ഇവരങ്ങനെയാണ് പറഞ്ഞത്. അയാൾക്ക് വേണ്ടത്ര ബാങ്ക് ബാലൻസ് ഇല്ല, അയാൾ അത്ര അധികം സമ്പത്തും സൗകര്യങ്ങളുള്ള ആളല്ല. അങ്ങനെയുള്ള ആളുകളോടുള്ള പ്രത്യേക ഒരു അടുപ്പം, ഇഷ്ടം, ആകർഷണം അവരോട് തോന്നുന്നുള്ളതാണ്. അതുകൊണ്ട് ഖുർആൻ ഇടയ്ക്കിടെ നമ്മളോട് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ അങ്ങോട്ട് തിരിയരുത്, നിങ്ങൾ ആ ട്രാപ്പിൽ വീഴരുത്, അത് നിങ്ങൾ ആകർഷിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ വെള്ളിയാഴ്ചകളിൽ പാരായണം ചെയ്യേണ്ട അൽ കഹ്ഫിലെ ഏറ്റവും ഹൈലൈറ്റ് 2 ആയത്തുകളാണ്. ഒന്ന് അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തുൽ ദുനിയ. ഈ സമ്പത്തും മക്കളൊക്കെ എന്ന് പറയുന്നത് ഒരു അലങ്കാരം മാത്രമാണ്. നിങ്ങൾ അതിൽ എപ്പോഴും ഇങ്ങനെ ബൾബ് കത്തുമ്പോൾ കളർ ലൈറ്റ് ആകുമ്പോൾ നമ്മൾ നോക്കും. നിങ്ങൾക്ക് വലിയ കാര്യമായി അത് കാണരുതെന്നാണ് സംഭവം. 2-ാമത്തെ ആയത്ത് വസ്ബിർ നഫ്സക മഅല്ലദീന യദഊന റബ്ബഹും ബിൽ ഗദാത്തി വൽ അശി യുരീദൂന വജ്ഹഹു വലാ തഅദു ഐനാക അൻഹും. ഒരു വിഭാഗം എല്ലാ സൗഭാഗ്യങ്ങളിലും ജീവിക്കുന്നവർ, മറുവിഭാഗം അല്ലാഹുവിൽ സർവം സമർപ്പിച്ച് ഭക്തിയുടെ ആളുകൾ. ഒന്ന് ഭൗതിക അതിപ്രസരത്തിന്റെ അടിപൊളി ലൈഫ്, ഇപ്പുറത്ത് ഭക്തിയുടെ നിറകുടങ്ങൾ. നിങ്ങൾ ഈ ഭക്തരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നിങ്ങളുടെ നയനങ്ങളെ തിരിക്കരുത് എന്നാണ് പറയുന്നത്. 2 ആയത്തുകളും അൽ കഹ്ഫിലെ വളരെ പ്രധാനപ്പെട്ട ആയത്തുകളാണ്. അപ്പോ ഈ ത്വാലൂത്തിനെ ഈ ജനങ്ങൾ ലീഡറായി അംഗീകരിക്കുന്നില്ല. അപ്പൊ അള്ളാഹുവിന്റെ മറുപടി, താലൂത്ത് തന്നെയായിരിക്കും നിങ്ങളുടെ ലീഡർ. കാരണം ഇന്നല്ലാഹു ഇസ്തഫാഹു അലൈക്കും, പ്രവാചകനോട് പറയണം, അള്ളാഹു നിങ്ങൾക്ക് താലൂത്തിനെ ലീഡറായി നിശ്ചയിക്കാൻ കാരണം വസാദഹു ബസ്തൻ ഫിൽ ഇൽമി വൽ ജിസ്ം, അദ്ദേഹത്തിന് ജിസ്മും ഇൽമും ഉണ്ട് എന്നതാണ്. ജിസ്മ് എന്ന് പറഞ്ഞാൽ അയാളുടെ ഫിസിക്കൽ അപ്പിയറൻസ് ആണ്, അയാളുടെ എന്താണ് മസിൽ പവറാണ്. പ്രത്യേകിച്ച് യുദ്ധം ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞിരുന്നു ആ ഒരു ഫിറ്റ്നസ് എന്നത്. നബിമാർ, നമ്മളിവിടെ ഫിറ്റ്നസ് സെന്ററിൽ പോകുന്ന ആളുകൾ, ജിമ്മിൽ പോകുന്ന ആളുകളൊക്കെ ഭൗതികരായി, ആത്മീയത്തിന്റെ ആൾക്കാരെ ശരീരം പൊടിഞ്ഞ് തലൊക്കെ കുനിച്ച് അവരാണ് ആഖിറത്തിന്റെ ആൾക്കാരെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ വിഡിന്താണ് അത്. പ്രവാചകന്മാർ, ഇപ്പൊ മൂസാ നബിയെ കുറിച്ചൊക്കെ പറയുന്നത്, മൂസാ നബി ഒരു അടി കൊടുത്തപ്പോ ഒരാൾ മരിച്ചു എന്നാണ്. മദിയനിൽ അവിടെയുള്ള പ്രവാചകന്റെ പെൺമക്കൾ ഉപ്പയോട് വന്ന് പറയുന്ന വർത്തമാനമുണ്ട്. ഉപ്പ, ഞങ്ങളൊരാള് ഞങ്ങൾക്ക് ആടുകൾക്ക് വെള്ളം തന്ന അയാൾ ഭയങ്കര പവറുള്ള ആളാണ്, ഭയങ്കര മസിൽ പവറുള്ള ആളാണെന്നാണ് മൂസാ നബിയെ കുറിച്ച് ഈ ദൃക്സാക്ഷികളായ 2 പെണ്ണുങ്ങൾ. അറിവില്ലെങ്കിൽ വലിയ അപകടം ചെയ്യും. അറിവില്ലാത്ത ഒരാൾ ലീഡറായി വന്നു കഴിഞ്ഞാൽ ആ ജനത മുഴുവൻ ജഹാലത്തിലേക്ക് പോകും. നമ്മുടെ സമുദായം ഇങ്ങനെയാകാനുള്ള പ്രധാനപ്പെട്ട കാരണം അള്ളാഹുവിന്റെ റസൂൽ പറയില്ല, എനിക്ക് പേടി വിവരമില്ലാത്ത ആൾക്കാരെയാണ്. ഇൽമുണ്ടാവില്ല, പക്ഷെ അവര് മണ്ടത്തരങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഈ സമുദായത്തെ ഇങ്ങനെ വീണ്ടും വീണ്ടും താഴേക്ക് പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുക. അവരൊരിക്കലും വീരാൻ അനുവദിക്കില്ല. അവരനാവശ്യമായ കർമ്മശാസ്ത്ര മസാലകൾ പറഞ്ഞ് അവരവിടെ ഇരുത്തും. നിങ്ങൾ പുറത്തേക്ക് പോകരുത്, ഇവിടെ നിന്നാൽ മതി. അപ്പൊ ഈ ക്വാളിറ്റീസ് ലീഡേഴ്സിൽ ഉണ്ടാക്കേണ്ട ഒരു 2-4 ക്വാളിറ്റീസ് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പങ്കുവയ്ക്കുകയാണ്. ഒന്നാമത്തത് വിശ്വസ്തതയാണ്. ലീഡറാണ്, ഈ ക്വാളിറ്റി വേണമെന്നാണ് അള്ളാഹു പറയുന്നത്. ആ ക്വാളിറ്റിയാണ് അള്ളാഹു പറയുന്നത്. ഇദ്ദേഹം ലീഡറാണ് കാരണം അദ്ദേഹത്തിന് ക്വാളിറ്റി ഇല്ലെന്നത്. ഒന്ന് നോളജാണ്, മറ്റൊന്ന് അവരുടെ ശരീരമാണ്, ആരോഗ്യമാണ്. ഒന്നാമത്തെ വിശ്വാസമാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അൽ-അമീൻ എന്നാണ്. ആ നാട്ടുകാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലീഡറാകുന്നത് ഹിജ്റയ്ക്ക് ശേഷമല്ല, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലീഡറാകുന്നത് രൂപത്തിന് ശേഷമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ ലീഡറായിരുന്നു. അതിലുള്ള സുബദ് എടുത്തു വെക്കുന്ന സമയത്ത് ഒരാൾ അവർ കാത്തു നിന്നു. അപ്പോൾ അത് അടുത്ത ആള് അൽ-അമീനാണ്, എല്ലാവർക്കും സന്തോഷമാണ്. അൽ-അമീൻ. ഇപ്പൊ വിശ്വസ്തത എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിശ്വാസം നഷ്ടപ്പെട്ടാൽ അത് വലിയ അപകടമാണ്. നമ്മൾ ന്യൂയോർക്ക് മേയർ ആയി മംദാനി വന്നല്ലോ. അപ്പൊ മംദാനിയെ കുറിച്ച് ലണ്ടൻ മേയർ സാദിഖ് ഖാനാണ്. ലോകത്തെ 2 വളരെ പ്രധാനപ്പെട്ട നഗരങ്ങൾ ഭരിക്കുന്ന 2 മുസ്ലിങ്ങളാണ്. ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ വലിയൊരു നേർചിത്രമാണ്. ഒന്ന്
ഈ മംദാനി വരുമ്പോൾ UN അസംബ്ലിയിൽ ട്രംപ് പറഞ്ഞത് എന്താ വെച്ചാൽ ലണ്ടൻ ശരിയ നിയമം വരാൻ പോകുന്നു നടക്കണം. തെരഞ്ഞെടുപ്പ് നടക്കാൻ ന്യൂയോർക്കിലാണ്. UN അസംബ്ലിയിൽ ട്രംപ് പറയുന്നത് ന്യൂയോർക്കിൽ വരുന്നതല്ല, ലണ്ടനിൽ. അപ്പൊ നിങ്ങളും ശ്രദ്ധിക്കണം, അവിടുത്തെ ശരിയ നിയമം വരാൻ പോകും. അവിടെ മുസ്ലിമാണ്, ഇവിടെയും ഒരു മുസ്ലിമാണ്. അപ്പൊ മംദാനി പറയുന്നുണ്ട്, ഇനിയിപ്പോ ഇസ്ലാം ഭീതി വിറ്റിട്ടൊന്നും നമുക്ക് വിജയിക്കാൻ പറ്റില്ല. ഇസ്ലാം ഭീതിയാണ് ഒരു പ്രധാനപ്പെട്ട സാധനം. ഇതങ്ങോട്ട് കൊടുക്കുക. ഈ തെരഞ്ഞെടുപ്പിന്റെ സമയം എന്നിട്ട് അപ്പോഴേക്കും ആള് അറസ്റ്റ് ചെയ്യപ്പെടുമ്പോഴേക്കും വീടിടിച്ചു പിടിച്ചല്ലോ. അങ്ങനെയാണ് ഇപ്പോഴത്തെ രീതി. അതാണ്. കോടതി വേണ്ട, തെളിവ് വേണ്ട, ഒന്നും വേണ്ട. ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നതോടുകൂടി ഇന്ത്യ മുഴുവനും വിശ്വസിച്ചല്ലോ, തീരുമാനിച്ചു. ഇനിയിപ്പോ വേറൊന്നും ആവശ്യമില്ല, അയാൾ എന്താ ചെയ്തത്, എന്താ ഉണ്ടായത്, ഒന്നുമില്ല, തീരുമാനിച്ചു. ഈ ആസാമിലൊരു മന്ത്രി, അയാള് ഈ ബീഹാർ ഇലക്ഷന് ശേഷം പറഞ്ഞൊരു എക്സിൽ പോസ്റ്റ് ചെയ്ത ഒരു ചിത്രം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കോളിഫ്ലവറിന്റെ ഒരു കൃഷിയിടം അയാൾ എക്സിൽ പോസ്റ്റ് ചെയ്തു. എന്നിട്ട് അയാള് അതിന് കൊടുത്ത വിശദീകരണം, ബീഹാർ അപ്രൂവ്സ് ഗോബി ഫാമിംഗ്. ബീഹാർ അപ്രൂവ്സ് ഗോബി ഫാമിംഗ്. ഇത് തിരിയേണ്ടവർക്ക് തിരിയും, അല്ലാത്തവർക്ക് അതൊരു കോളിഫ്ലവർ കൃഷിയായിട്ട് തോന്നും. ഇതിന്റെ ചരിത്രം 1989 ബീഹാറിലെ ബഗൽപൂരിൽ വലിയ ഒരു മുസ്ലിം ഹത്യ നടന്നു. 100 കണക്കിന് മുസ്ലിങ്ങളെ അതുപോലെ ചെയ്ത് അവരെ കുഴിച്ചിട്ടു. എന്നിട്ട് ആ കുഴിച്ചിട്ടതിന്റെ മുകളിൽ നിറയെ കോളിഫ്ലവർ കൃഷി ചെയ്തു. അത്ര മാരകമാണ്. ഇപ്പോൾ ഈ ലാസ്റ്റാണ് ഇത്ര പരസ്യമായി ബീഹാർ അപ്രൂവ്സ് ഗോബി ഫാമിംഗ് ഒരു മന്ത്രി പറയണമെങ്കിൽ, അത് എക്സിൽ പോസ്റ്റ് ചെയ്യണമെങ്കിൽ, ഷെയർ ചെയ്യണമെങ്കിൽ എത്രമാത്രം ധൈര്യം ഉണ്ടാവും. ഇപ്പം മുസ്ലിങ്ങളെ കൊന്നിട്ട് അതിന്റെ മുകളിൽ ഇത് ഫാം ചെയ്യാൻ ഉള്ള ഒരു അപ്രൂവലാണ് ബീഹാർ തന്നത് എന്നാണ് പറഞ്ഞത്. അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും മംദാനി പറയണത് ഇനി ഇസ്ലാം ഭീതി വിറ്റിട്ട് സെപ്റ്റംബർ 11 നടന്നാൽ മംദാനി സന്തോഷിക്കുന്നു. ഒരു ന്യൂയോർക്കിലെ ഒരു റേഡിയോ അവതാരകൻ പറയാം, ഇനി സെപ്റ്റംബർ 11 കൂടി നടന്നാൽ മംദാനി കയ്യടിക്കും. അത്രമാത്രം അപ്പോ ഈ ലണ്ടൻ മേയർ പറയണം, മംദാനി ജയിച്ചതിന് ശേഷം സാദിഖ് ഖാൻ പറയണം, ഞാനും മംദാനി തമ്മിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റി വെച്ച് ഒരു കാര്യം അടിവരയിട്ട് പറയുന്നു, ജനങ്ങളുടെ വിശ്വാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജനങ്ങളുടെ വിശ്വാസം. ഒരാളെ കുറിച്ച് അവർക്ക് കൃത്യമായിട്ട് വിശ്വാസമുണ്ടെങ്കിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും, മതം പറഞ്ഞിട്ടും, ജാതി പറഞ്ഞിട്ടും, കളർ പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. പബ്ലിക്കിന്റെ വിശ്വാസം പ്രധാനം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിജയിക്കേണ്ടത് അങ്ങനെയാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിജയിക്കുന്നത് അങ്ങനെയാണ്. ഇപ്പൊ നാടുനീളെ നേതാക്കന്മാരുടെ ഞങ്ങളെ ജയിപ്പിക്കുന്ന നേതാക്കന്മാരുടെ എന്താണ് ചിത്രങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ടോ? നിങ്ങൾ എന്തൊക്കെ കെഞ്ചി പറഞ്ഞാലും ജനങ്ങൾക്കറിയാം നിങ്ങളെ ആരാണ് നിങ്ങൾ. വിശ്വാസം എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ജനങ്ങളെ ചതിക്കാൻ പാടില്ല. ഇപ്പൊ അല്ലമീൻ എന്നതാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലീഡർ ആകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി. ചൗക്കീദാർ ചോർ ഹേ എന്ന് പറയണമെങ്കിൽ, രാജ്യത്തിന്റെ കാവൽക്കാരൻ കള്ളനാണ് എന്ന് പറയണമെങ്കിൽ, യഥാർത്ഥത്തിൽ കള്ളന്മാരാണ് പലപ്പോഴും നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിന്റെ അവസാനത്തെ, നിസ്സഹായരായ ജനങ്ങളുടെ അവസാനത്തെ ഒരു അറ്റംപ്റ്റാണ് യഥാർത്ഥത്തിൽ മംദാനിയും അതുപോലെ തന്നെ ഈ സാദിഖ് ഖാനൊക്കെ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ വിശ്വാസം എന്നത് ഇപ്പോൾ ഹസ്ബൻഡ് ആയാലും മക്കളുടെ വൈഫായാലും മക്കളുടെ ഉമ്മയായാലും ഉപ്പയായാലും ഏത് പൊസിഷനിലായി ലീഡേഴ്സ് പൊസിഷനിലായിരിക്കുകയാണെങ്കിലും വിശ്വാസം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തെ ലക്ഷ്യബോധമാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ യോട് ഇവർ വന്നിട്ട് തലയിലൊക്കെ പൊട്ടിയിട്ട് സഹാബകളെന്ന് പറയുന്നുണ്ട്, റസൂലെ ഞങ്ങൾക്ക് മടുത്തു, ഞങ്ങളെല്ലാവരും കൊല്ലപ്പെടുകയാണ്, അടിച്ചമർത്തപ്പെടുകയാണ്, എന്താണ് ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾ എങ്ങനെയും രക്ഷപ്പെടും. അപ്പൊ റസൂൽ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ നിർത്തി വെച്ചിട്ട് കാര്യമൊന്നുമില്ല,
ഇതൊക്കെ സഹിക്കേണ്ടി വരും. അള്ളാഹുവിനെ തന്നെയാണ് ഞാൻ കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇതൊരു ധർമ്മരാഷ്ട്രമായി, ഇത് ഒരു എല്ലാ അർത്ഥത്തിലും സുരക്ഷിതമായ ഒരു രാജ്യമായി, ഒരു ലോകമായി ഇത് ഇത് പൂർത്തീകരിക്കപ്പെടുന്നവരെ അള്ളാഹു ഇത് പൂർത്തീകരിക്കുന്നത് വരെ. അവിടെ പ്രവാചകൻ പറയും, പൂർത്തീകരിക്കുക കേവലം ഖുർആൻ ഇറങ്ങി പൂർത്തീകരിക്കൽ മാത്രമല്ല, ഈ നാട് സുരക്ഷിതമായ ബലദുൻ അമീൻ, സുരക്ഷിതമായ ഒരു രാജ്യം എന്നൊക്കെ ഖുർആൻ അതിനെ കുറിച്ച് പറയുന്നു. അങ്ങനെ ആകുന്നത് വരെ ഇത് സംഭവിക്കുന്നത്. അപ്പോ ഒരു ലീഡർ അനാവശ്യമായി സമയം കളയാൻ പാടില്ല. എപ്പോഴും ബിസി മാൻ ആയിരിക്കണം ലീഡർ എന്നതാണ്. അലസത ഉണ്ടാവാൻ പാടില്ല. ഈ പ്രവാചകന്മാരെ കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട് അവർ ഉറങ്ങാറില്ല എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. അവരുടെ ഉറക്കം എന്നത് കണ്ണീന്റെ മാത്രമാണ്. അവരുടെ മനസ്സെപ്പോഴും ഇങ്ങനെ അവർ രക്ഷകരാണല്ലോ, അവർ ഇതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് there are two blessings എന്നാണ് റസൂൽ പറഞ്ഞത്. രണ്ട് അനുഗ്രഹങ്ങൾ, മഹാനുഗ്രഹങ്ങളാണ്. ഒന്ന് ഒഴിവ് സമയമാണ്, വലിയ അനുഗ്രഹമാണ്. ആ സമയത്ത് നമ്മൾക്ക് ഇങ്ങനെ സ്ക്രോളും ചെയ്ത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് വിശ്വാസിക്ക് ഭൂഷണമായ കാര്യം. അനിവാര്യമായ കാര്യങ്ങൾ കണ്ടു ബാക്കിയുള്ള സമയത്ത് വാട്സപ്പ് ആയാലും FB ആയാലും ഇൻസ്റ്റ ആയാലും അതിൽ നിന്നൊക്കെ പത്രം വായിക്കുകയാണെങ്കിലും ഇത് സത്തം തീർക്കണ പോലെ ഒരു തവണ വായിച്ച് വീണ്ടും ആദ്യം ഒരു വായിച്ച് എല്ലാം അരിച്ചു പറക്കേണ്ട കാര്യമില്ല. നമ്മുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. Any high amount of dopamine that comes without any effort will eventually destroy you എന്നത് ഒരു സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പഠനമാണ്. നിങ്ങൾ ഒരു എഫേർട്ടും ഇല്ലാതെ നിങ്ങൾക്ക് കുറെ പ്ലഷർ, ഡോപ്പോമിൻ, സന്തോഷത്തിന്റെ മനസ്സ് നിങ്ങൾക്ക് വെറുതെ വരികയാണെങ്കിൽ ഇത് നിങ്ങളെ കൊന്നുകളയുന്നു. അഥവാ നിങ്ങൾ കുതിരസവാരി ചെയ്തു എന്നിട്ട് കിട്ടുന്ന ആനന്ദം നല്ലതാണെന്നാണ് റസൂൽ പറഞ്ഞത്. നിങ്ങൾ നീന്തൽ മക്കളെ പഠിപ്പിക്കുക. നീന്തൽ ഒരു ലഹരിയാണ്, ഒരു രസമാണ്. നിങ്ങൾ അതിൽ നിന്ന് കിട്ടുന്ന ആനന്ദം അത് അനുഗ്രഹമാണ്. ഈ ഫുട്ബോൾ കളിക്കുകയാണെങ്കിലും അത് ഒരുപാട് വിയർക്കും. ആ ആനന്ദം എന്ന് പറയുന്നത് ഇത് വെറുതെ ഇരുന്നിട്ട് കിട്ടുന്ന ആനന്ദം അപകടം ചെയ്യുന്നതാണ്. ഇത് ഒരു ബിഹേവിയറൽ സയൻസ് ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ് കേട്ടോ. അദ്ദേഹമാണ് ഈ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു പ്ലഷർ കിട്ടുന്നുണ്ടെങ്കിൽ അത് അപകടമാണ്. അപ്പൊ അധ്വാനിച്ച് കിട്ടുന്നത് പ്രശ്നമല്ല. അപ്പോ ലക്ഷ്യബോധം എന്നത് ലീഡറിന്റെ രണ്ടാമത്തെ ഒരു ഗുണമാണ്. മൂന്നാമത്തെ കോൺഫിഡൻസ് ആണ്. എന്ത് പ്രശ്നം വരുമ്പോഴും തളരാൻ പാടില്ല. അൺകംപ്ലൈനിങ്. വെറുതെ ഇങ്ങനെ കംപ്ലൈന്റ് ചെയ്തുകൊണ്ടിരിക്കുക, അവിടെ ശരിയില്ല, അവിടെ ശരിയില്ല, അത് ശരിയില്ല, അതൊരു കാര്യമില്ല. ലീഡർ അങ്ങനെ പരാതി പറയുന്ന ആളാവാൻ പാടില്ല. ലീഡർ പരിഹാരം നിർവഹിക്കുന്ന ആളാണ്, പരിഹരിക്കുന്ന ആളാണ്. അയാൾ തന്നെ കംപ്ലൈന്റ് പറഞ്ഞ് വിഷമം പറഞ്ഞ് എന്താണ് ഞാൻ ഈ പണി നിർത്തുകയാണ്. ചില മണ്ടന്മാരെ ലീഡർമാർ പറയും എനിക്ക് ഈ പറ്റില്ല, ഈ പണി ഞാൻ നിർത്തിയിടണം. പറയാൻ പാടില്ല. ലീഡറാണോ അതൊക്കെ ഏറ്റെടുക്കണം. ചിലപ്പോൾ അടി വരെ കിട്ടും. റസൂലിന് കിട്ടിയിട്ടുണ്ടല്ലോ, അതിന് വലുതാണ്. അപ്പൊ ലീഡർ ആകുമ്പോൾ എല്ലാവർക്കും ആ അർത്ഥത്തിൽ പറയാനുള്ള റൈറ്റ് ഉണ്ട്. അത് പറയാം. നല്ലൊരു ലിസണർ ആവണം. എന്നോടൊന്നും പറയേണ്ടതല്ല, കേൾക്കാനുള്ള മനസ്സ് എന്നത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ സഹാബാക്കൾ പറയുമ്പോൾ നിരന്തരമായി കേൾക്കാനുള്ള ചെവി കൊടുത്തിരുന്നു. അപ്പൊ കോൺഫിഡൻസ് എന്നത് വളരെ പ്രധാനമാണ്. മദന്നൊക്കെ അബൂബക്കർ അല്ലെ സൗർഗുഹയിലിരിക്കുമ്പോൾ എന്താ അബൂബക്കർ എന്തിനെ വിഷമിക്കണം, അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറയുന്ന ഏത് പ്രതിസന്ധിയും നമ്മളെ അള്ളാഹു രക്ഷിക്കും. മക്കയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ റിജക്ഷൻ ഈസ് റീഡയറക്ഷൻ. നമ്മളെ റിജക്ട് ചെയ്തു, നമ്മളൊരു സാധനം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ലഭിച്ചില്ല, ഒരു ബിസിനസ് പൊളിഞ്ഞു, അതൊക്കെ കൂടി അങ്ങനെ ആത്മഹത്യ ചെയ്യലല്ല. അതൊരു പുതിയൊരു ഒരു ഓപ്പണിങ്ങിന്, ഒരു എന്താണ് സ്റ്റാർട്ടപ്പിന് ഒരു കാരണമായേക്കാം. അതുകൊണ്ട് സ്റ്റീവ് ജോബ്സ് പറയുന്നുണ്ട്, എന്റെ ആപ്പിൾ കമ്പനിയിൽ നിന്ന് ഞാൻ പുറത്താക്കപ്പെട്ടതിന് ശേഷമാണ് എനിക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടായത്, പിന്നീടാണ് വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചെന്ന് അദ്ദേഹം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ജീവിതത്തിൽ സംഭവിക്കുന്ന ഏതെങ്കിലുമൊക്കെ അടി, ഏതെങ്കിലുമൊക്കെ തളർച്ച, തോൽവി, അതിൽ വിശ്വാസി എന്താണ് നിരാശനാകാൻ പാടില്ല എന്ന പാഠം പഠിക്കും. അവസാനത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പങ്കുവച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അനുയായികൾക്ക് നിരന്തരമായി മനോഹരമായ ഒരു ശാന്തിയുടെ ലോകത്തെക്കുറിച്ചുള്ള സ്വപ്നം കൊടുക്കുക എന്നതാണ്. റസൂൽ പറയുന്നു ബുഖാരി ഹദീസ് റിപ്പോർട്ടിൽ, നിങ്ങൾ ഉറപ്പായും കിസ്റ അതിജയിക്കുക തന്നെ ചെയ്യും. കിസ്റയെ നിങ്ങൾ പരാജയപ്പെടുത്തും. ഇനി ലാ കിസ്റ കൈസർ എന്നൊക്കെ റസൂൽ പറയുന്നു. ഇനി ലോകത്ത് കിസ്റയും കൈസറും ഉണ്ടാവില്ല.
അന്നത്തെ അമേരിക്കയും ബ്രിട്ടനൊക്കെ ആയിരുന്നു അത്. ഇനി ഒരിക്കലും അങ്ങനെയുള്ള ഒരു സൂപ്പർ പവർ ഉണ്ടാവില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതൊരു ഭയങ്കര ആരുടെ പറയുന്നത്, ഈ 6-ാം നൂറ്റാണ്ടിലെ പാവം ജനങ്ങളോട് പറയുന്നത്, ഇത് ഞാൻ നിങ്ങളെ രക്ഷിക്കാം. അപ്പൊ ഇങ്ങനെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയ ഈ വലിയൊരു സന്ദേശമുണ്ട്. ഈ സന്ദേശം ഒരു മുഅ്മിനിന്റെ മനോബലത്തിൽ ഉണ്ടാകണം. ഈ ലണ്ടനും ന്യൂയോർക്കും ഒക്കെ നമുക്ക് തരുന്ന വലിയൊരു എനർജിയുണ്ട്. ഈ പേർഷ്യയും റോമും നടക്കുന്ന യുദ്ധത്തെ കുറിച്ച് സൂറത്ത് റൂമിൽ അല്ലാഹു പറയുന്നുണ്ട്. അപ്പോൾ അല്ലാഹു പറയുന്നുണ്ട്, അപ്പോൾ തൽക്കാലം ഉണ്ടായിട്ടുള്ള ഈ വേദനകളൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. വയൗമഇദി യഫ്റഹുൽ മുഅ്മിനൂൻ, വിശ്വാസികൾ ഒരു വിജയം വരും, അന്ന് നിങ്ങൾ സന്തോഷിക്കും. ഇങ്ങനെയുള്ള സന്തോഷത്തിന്റെ നിമിഷങ്ങൾ അല്ലാഹു നമുക്ക് തരും. നിരാശ വിശ്വാസികൾക്ക് ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളൊക്കെ അല്ലാഹു വ്യത്യസ്തങ്ങളായ ലീഡേഴ്സ് ആക്കിയിട്ടുണ്ട്. പ്രവാചകന്റെ ഈ നേതൃഗുണങ്ങൾ ജീവിതത്തിൽ പകർത്താൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم ارض عن أربعة خلفاء الراشدين أمير المؤمنين أبي بكر وعمر وعثمان وعلي رضي الله عنهم أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي لعلكم تذكرون. ولذكر الله أكبر والله يعلم ما تصنعون. الله الذي يذكركم ما يزيدكم من ذكركم ويرضي نصيحتكم. رسول الله صلى الله عليه وسلم خيار أئمتكم الذين تحبونهم ويحبونهم وتصلون عليهم ويصلون عليكم. നിങ്ങൾ ഏറ്റവും നല്ല ലീഡേഴ്സ്, ജനങ്ങളെ ഇഷ്ടപ്പെടുന്ന നേതാവ്, നേതാവിനെ ഇഷ്ടപ്പെടുന്ന ജനങ്ങൾ, ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ലീഡർ, ലീഡർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ജനങ്ങൾ. മനോഹരമായ ഒരു സ്വപ്നമാണ് റസൂലി പറയുന്നത്. അവരാണ് ഏറ്റവും നല്ല ലീഡേഴ്സ്. وشرار أئمتكم الذين تبغضونهم ويبغضونكم وتلعنونهم ويلعنونكم. നിങ്ങൾ ഏറ്റവും ഷർറായ ലീഡേഴ്സ്, അനുയായികളോട് എപ്പോഴും വഴക്കിടുന്ന നേതാക്കന്മാർ, അനുയായികളെ ഉപദ്രവിക്കുന്ന ലീഡേഴ്സ്, നേതാവിനെ കഷ്ടപ്പെടുത്തുന്ന അനുയായികൾ, അനുയായികളെ ശപിച്ചുകൊണ്ടിരിക്കുന്ന ലീഡർ, നേതാവിനെ ശപിച്ചുകൊണ്ടിരിക്കുന്ന അനുയായികൾ. ഇതാണ് ഏറ്റവും ഷർറ്. ഇന്നലെ ചെങ്ങായിക്കുറിയിൽ നിന്ന് തിരിച്ച് സംഖ്യയുമായി ഒരു പാവപ്പെട്ട കുടുംബത്തിലേക്ക് പോയി. അപ്പോൾ ആ ഉമ്മ മലം പോകാനുള്ള സംവിധാനമൊക്കെ ക്യാൻസർ വന്ന് പോയിട്ടുണ്ട്. അപ്പോൾ വയറിൻ്റെ ഈ ഭാഗത്തൊരു ഹോളിട്ടിട്ട് ഒരു ബാഗ് വെച്ചിരിക്കുന്നു. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെ അറിയാം. ഈ ഉമ്മ ആ ബാഗ് തട്ടിയിട്ട് പറയണം, ഇത് 7ാമത്തെ ദിവസം, 7 ദിവസം വരെയൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് ഉപയോഗിക്കാം, പിന്നെ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. ഇൻഫെക്ഷൻ വരും, അപ്പോൾ അത് വാങ്ങാൻ പൈസ അല്ല. അങ്ങനെയാണ് ആ ഒരു സഹായം കൊടുത്തത്. അപ്പോൾ അമ്മ പറഞ്ഞ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 ആൺമക്കളെ എനിക്ക് തന്നു. 2ാമത്തെ വയസ്സിൽ ഒരു മോൻ മരിച്ചു. 18 വയസ്സ് വരെ അടുത്ത മോനെ ഞാൻ വളർത്തി, അവനും മരിച്ചു. അവൻ മരിച്ചിട്ട് ക്യാൻസർ വന്നിട്ടാണ്. ഏക മകളുണ്ട്. ആ മകളുടെ ഭർത്താവ് കല്യാണം കഴിച്ചു കൊടുത്ത് ഭർത്താവ് മരിച്ചു. എൻ്റെ ഹസ്ബൻഡ് ദേവഗുണം, അദ്ദേഹം ബ്ലോക്ക് വന്ന് മാരകമായ അവസ്ഥയിൽ. എൻ്റെ അവസ്ഥ ഇങ്ങനെ നമ്മുടെ ചുറ്റുവട്ടത്ത് അനവധിയായ വേദന നിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളൊക്കെ ലീഡർമാരാണ്. നമുക്ക് നമ്മുടേതായ സുഖങ്ങളിലും രസങ്ങളിലൊക്കെ ജീവിക്കാം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാതിരുന്നത് തന്നെക്കുറിച്ച് ആലോചിച്ചിട്ടല്ല, ഈ പാവങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ടാണ്. ഞാനും യത്തീമിനെ സഹായിക്കുന്നവന് സ്വർഗത്തിൽ ഇതുപോലെ ഇരിക്കുന്ന സുഖം. ഇതേ കാരണം അവർക്ക് ആരുമില്ല, അങ്ങനെ ആരുമില്ലാത്ത, കഷ്ടപ്പെടുന്ന, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകൾ നമ്മൾ ചുറ്റുപെടുന്നുണ്ട്. നമ്മളാൽ കഴിയുന്ന വിധത്തിൽ കണ്ടെത്തുക എന്നത്, അവരെ സഹായിക്കുക എന്നത് നമ്മുടെ നിർബന്ധമായ ബാധ്യതയാണ്. ഒപ്പം അള്ളാഹു നമുക്ക് നൽകിയ അനവധി അനുഗ്രഹങ്ങളെ കുറിച്ച് അള്ളാഹുവിനോട് അൽഹംദുലില്ലാഹ് എന്ന് മനസ്സറിഞ്ഞ് പറയാനുള്ള ഒരു നന്ദിയുടെ മനസ്സിൽ, മനുഷ്യൻ വളരെ നന്ദി കെട്ട ജന്തുവാണെന്ന് അള്ളാഹു പറയുന്നത്. ആ നന്ദികേടിൽ നിന്ന് അള്ളാഹു നാം അവരെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവൻ നമുക്ക് ഏകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്ന ഞങ്ങളെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ റഹ്മാൻ, നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി ചെയ്യാനുള്ള സന്മനസ് നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാൻ. ഞങ്ങൾക്ക് നൽകിയ ആരോഗ്യം, ഞങ്ങൾക്ക് നൽകിയ സമ്പത്ത്, നീ ഞങ്ങൾക്ക് നൽകിയ സൗഭാഗ്യങ്ങളൊന്നും തിരിച്ചെടുക്കരുത് റഹ്മാൻ.
റഹ്മാനെ. പടച്ചവനെ സാമ്പത്തികമായി ഞങ്ങളെ പരീക്ഷിക്കരുത് റഹ്മാനെ. ആരോഗ്യം കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കരുത് റഹ്മാനെ. ഞങ്ങളുടെ മക്കൾ മൂലം ഞങ്ങളെ പരീക്ഷിക്കരുത് റഹ്മാനെ. ഞങ്ങളുടെ പലവിധത്തിലുള്ള പല മുസീബാത്തുകൾ കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കരുത് റഹ്മാനെ. മരണം വരെ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. പടച്ചവനെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ധാരാളം ആളുകളുടെ ദുആകൾക്ക് ഇജാബത്ത് പ്രദാനം ചെയ്യണമേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും നീ ബർക്കത്ത് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്തങ്ങളായ വിഷമങ്ങൾ മൂലം കഷ്ടപ്പെടുന്നവർ അവരെ നീ സഹായിക്കണമേ റബ്ബേ. ഈ ഇസ്ലാമിനെ നിരന്തരമായി ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നവരെ നീ കൈകാര്യം ചെയ്യണമേ റഹ്മാനെ. ഞങ്ങളുടെ രാജ്യത്തെ നീ അനുഗ്രഹിക്കണമേ റബ്ബേ. ഞങ്ങൾക്ക് നല്ല ലീഡേഴ്സിനെ പ്രദാനം ചെയ്യണമേ അല്ലാഹ്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم انصر المسلمين في كل مكان خاصة في الهند. اللهم يسر عسيرنا وسهل امورنا وقض حوائجنا يا قاضي الحاجات. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات. اللهم بارك لنا في امورنا كلها يا الله. اللهم بارك لنا في امورنا كلها يا الله. اللهم يسر عسيرنا وسهل امورنا وقض حوائجنا يا قاضي الحاجات. اللهم اجرنا من النار. اللهم انا نسالك الفردوس الاعلى. اللهم هون علينا سكرات الموت. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر الذنوب امين.